പ്രിയപ്പെട്ടവരെ, വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള പുസ്തകാസ്വാദന ചർച്ചയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭാരതത്തിൻ്റെ ആത്മീയാകാശത്തിലെ തേജോമയ നക്ഷത്രമായ സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തെയും ദർശനങ്ങളെയും കുറിച്ചുള്ള ഈ പുസ്തകം നമ്മെ പുതിയ ചിന്തകളിലേക്കും ഉൾക്കാഴ്ചകളിലേക്കും നയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുസ്തകം വിവേകാനന്ദൻ എങ്ങനെയാണ് സന്യാസത്തെ ഒരു സർഗാത്മകമായ ശക്തിയായി പരിവർത്തനം ചെയ്തത് എന്ന് ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പഠനമാണ്. ലോകത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, മനുഷ്യൻ്റെ അഗാധ അനന്തമായ സാധ്യതകളെക്കുറിച്ചുള്ള വിശ്വാസം, കർമ്മയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലൂടെയുമുള്ള മോക്ഷത്തിൻ്റെ പാത എന്നിവ ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ഈ ചർച്ചയിൽ പുസ്തകത്തിൻ്റെ പ്രധാന ആശയങ്ങൾ, രചനാശൈലി, നമ്മെ സ്വാധീനിച്ച ഭാഗങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വിവേകാനന്ദൻ്റെ ചിന്തകൾ നമ്മുടെ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്നും നമുക്ക് പരിശോധിക്കാം. ഈ പുസ്തകം വായിച്ച നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ പുസ്തകാസ്വാദന ചർച്ച ഒരു പ്രചോദനമാകട്ടെ എന്നും വിവേകാനന്ദൻ്റെ ദർശനങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ മുരളി പെരുന്നെല്ലി അവർകളാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഗുരുവായൂർ MLA ശ്രീ NK അക്ബർ അവർകളാണ്. ആൾ ഇതുവരെ എത്തിയിട്ടില്ല. ആളുടെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ VC-യുമായ ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് സാറാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ വായനശാല പ്രസിഡന്റ് ഷാജി CV ആണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഗ്രന്ഥകർത്താവ്, നമ്മുടെ നാട്ടുകാരനും വായനശാല പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ KS സദാനന്ദൻ, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല അധ്യാപകൻ ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ VN സുർജിത്ത്, നാടക സിനിമാ പ്രവർത്തകൻ ശ്രീ ചക്കു D അന്തിക്കാട്, ഈ പരിപാടിക്ക് നന്ദി പറയുന്ന ശ്രീമതി സിന്ധു കാറ്റിനടത്തി എന്നിവരെയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, സദസ്സിലിരിക്കുന്ന മുഴുവൻ സഹൃദരെയും ഈ പരിപാടിയിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തെ കുറിച്ചുള്ള വിലയിരുത്തലുകളും ചർച്ചകളും നമുക്ക് വിവേകാനന്ദൻ്റെ ചിന്തകളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനായി ഷാജിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹലോ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുരളി പെരുന്നെല്ലിയാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനത്തോടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മണലൂരിൽ വായനശാല രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യുവജനസമിതി പൊതു വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ മണലൂരിൻ്റെ തന്നെ പ്രിയപ്പെട്ട KS സദാനന്ദൻ്റെ ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള ആസ്വാദന ചർച്ച നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പ്രസിഡന്റ് CV ഷാജി, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ശ്രീ ധർമ്മരാജ് അഡാട്ട്, അക്ബർ ഇവിടെ MLA എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗ്രന്ഥകർത്താവ് ശ്രീ KS സദാനന്ദൻ, ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ, അതുപോലെ VN സുർജിത്ത്, ചാക്കു D അന്തിക്കാട്, സെക്രട്ടറി ഭുവനദാസ് അടക്കമുള്ള ഇവിടെ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട ലൈബ്രറി പ്രവർത്തകർ,
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറ്റു മാധ്യമ സുഹൃത്തുക്കൾ, വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു ആസ്വാദന ചർച്ചയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നീണ്ടൊരു ആസ്വാദന ചർച്ചയാണെന്നുകൊണ്ട് നീണ്ട ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. നിർമ്മരാജ് വളരെ വിശദമായി തന്നെ പുസ്തകത്തെപ്പറ്റിയും വിവേകാനന്ദനെയൊക്കെ പറ്റിയും വളരെ വിശദമായി തന്നെ അദ്ദേഹം സംസാരിക്കും, മറ്റുള്ളവരും സംസാരിക്കും. നമുക്ക് കേരളീയർക്ക് വിവേകാനന്ദൻ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു വാചകമാണ്, അതാണ് കേരളം ഭ്രാന്താലയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിലെ മറ്റ് ഭ്രാന്താലയങ്ങളിൽ പോയി ഭ്രാന്തി പിടിച്ച് കിടക്കുന്ന രോഗികളെ കണ്ടുകൊണ്ട് പറഞ്ഞ കാര്യമല്ല അത്. അന്ന് കേരളമില്ല, മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്ന രൂപത്തിൽ വിഭജിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ മലബാർ മേഖലയിൽ വന്ന് മലബാറുകാർക്കൊക്കെ ഭ്രാന്താണെന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് തോന്നുന്നത്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന നിലയിൽ കേരളീയ സമൂഹം വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അല്ലേ? ആ നിലയിലുള്ള ഒരു സാമൂഹിക അവസ്ഥ. ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന രൂപങ്ങളെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം. ഹിന്ദുവാണ്, ഹിന്ദുവിൻ്റെയും ദൈവം തന്നെയാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ പോലും ഹിന്ദുക്കളായ പുലയർക്കോ ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ജനങ്ങൾക്കോ അതിനുള്ള അവസരവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരമൊരു കാലഘട്ടം. പട്ടി പോകും, പൂച്ച പോകും, പക്ഷെ മനുഷ്യർക്ക് നടക്കാൻ പാടില്ല. അതാ വൈക്കം അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് കൂടി മനുഷ്യർക്ക് നടക്കാൻ പാടില്ല, പിന്നോക്കക്കാർക്കും നടക്കാൻ പാടില്ല. അത്തരൊരു കാലഘട്ടം. അതുപോലുള്ള നിരവധി ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പറയുന്ന പോലെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ട ദോഷമുള്ളവരുമായി കിടന്നിരുന്ന ഒരു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ കേരളം സന്ദർശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ട ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ള ഒരു അവസ്ഥാവിശേഷം. ആ ഭ്രാന്താലയ പദവിയിൽ നിന്ന് കേരളം മാറിക്കഴിഞ്ഞു. കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിരവധി നവോത്ഥാന നായകർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, അതുപോലെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ, കേരള രൂപീകരണം, അധികാരത്തിൽ വന്ന ഗവൺമെൻറ്, അതിൻ്റെ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ കഴിയുന്ന ഒരു മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കരമുക്ക് പ്രദേശത്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് നമുക്ക് മറക്കാൻ കഴിയില്ല. ഇരുൾ മൂടിക്കിടന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു ദീപം ആണ് അദ്ദേഹം ഇവിടെ കരമുക്ക് ചിദംബരം ക്ഷേത്രത്തിൽ വന്ന് കൊളുത്തിയത്. ഇരുൾ മൂടിയ സമൂഹത്തെ ഇരുട്ടിൽ നിന്ന് മോചിപ്പിച്ച് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അതിൻ്റെ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ നമുക്കറിയാം, ചിക്കാഗോ പ്രസംഗങ്ങളൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വിവേകാനന്ദനെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ സംബന്ധിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുസ്തകം രചിച്ചുകൊണ്ടാണ് സദാനന്ദൻ ഈ പറയുന്നൊരു പുസ്തകം നമ്മളിന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ കേരളം വലിയ മാറ്റം വന്നു. കേരളം വലിയ മാറ്റം വന്നത് വെറുതെ വന്നതല്ല. കേരളത്തിൻ്റെ മാറ്റം ലോക പ്രശസ്തമാണ്. ഇന്ത്യയുടെ നിറയിൽ തന്നെ കേരളം നിൽക്കുകയാണ്. മാറ്റം എന്നുള്ളത് നമുക്കറിയാം വെറുതെ ഉണ്ടാവില്ല. പലരും പറയാറുള്ളതാണ്. വെറുതെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഒന്നിൽ നിന്ന് അതിനേക്കാൾ ഗുണകരമായ മറ്റൊരവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ഒരു ഇടപെടൽ വേണം. പച്ചവെള്ളം അത് തിളച്ചാൽ ആവിയാകും, ആവിയന്തരം വന്നു, അല്ലേ? അതിന് പാത്രം അടുപ്പത്ത് വെച്ചാൽ മുടി മർദ്ദം ചെലുത്തുന്നുണ്ട്, കിടന്നിളകുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ പച്ചവെള്ളം ചൂടുവെള്ളമായാൽ, അത് ആവിയായാൽ പച്ചവെള്ളത്തേക്കാൾ ഏറ്റവും ഗുണകരമായൊരവസ്ഥയാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് പച്ചവെള്ളം മാറുന്നത് വെറുതെ മാറുന്നതല്ല, അത് ചൂടാക്കുമ്പോഴാണ്. ചൂടാക്കിയാലും നടക്കില്ല. 100 ഡിഗ്രി ഊഷ്മാവിലെത്തുമ്പോഴാണ് അത് തിളയ്ക്കുന്നത്. തിളയ്ക്കുമ്പോൾ ആവി വരികയാണ്. ആവിയാണ് നമ്മൾ വ്യാവസായിക വിപ്ലവത്തിൽ തന്നെ മാറ്റം സൃഷ്ടിച്ച ആവിയന്ത്രമടക്കം കണ്ടുപിടിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഇടപെടലുകൾ വേണം. അപ്പോൾ കേരളം അങ്ങനെ കിടന്നിരുന്ന സമൂഹത്തെ, ഏറ്റവും പിന്നണിയിൽ കിടന്നിരുന്ന കേരളീയ സമൂഹത്തെ ഇന്ന് കാണുന്ന ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായ ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ ഈ പറയുന്ന പോലെയുള്ള നിരവധി പ്രഗത്ഭരുടെ ഇടപെടലുകൾ, അവരുടെ വാക്യങ്ങൾ ഒക്കെ, സന്ദേശങ്ങളും ഒക്കെ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ്. ആ കൂട്ടത്തിൽ ഇവിടെ 1956 നവംബർ 1 കേരളം പിറന്നു വീണു. സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. മലയാളം സംസാരിക്കുന്നവർക്ക് മലയാളം,
കന്നഡ സംസാരിക്കുന്നവർക്ക് കർണാടക, തമിഴ് സംസാരിക്കുന്നവർക്ക് തമിഴ്നാട്, ബംഗാളി ഭാഷ സംസാരിക്കുന്ന ബംഗാളി, ഒഡീഷ, അതുപോലെ ഓരോ ഇതെടുത്ത് പരിശോധിച്ചാൽ പഞ്ചാബി, ഓരോ സംസ്ഥാനം നമുക്ക് കാണാൻ കഴിയും. സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് എന്ത് വേണം? നിയമസഭ വേണം, മന്ത്രിസഭ വേണം. അത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണ് അല്ലേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 57 മാർച്ച് മാസം കേരളത്തിൽ ഒരു നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നു. ആ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ, EMSൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ് ഇട്ട അടിത്തറയാണ് ഇന്ന് കേരളത്തിൻ്റെ അടിത്തറ. ഇത്തരം അടിത്തറ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല. അതുകൊണ്ടതാണ് എത്രമാത്രം അടിത്തറ ഇളക്കാൻ ആര് പരിശ്രമിച്ചിട്ടും കാര്യമായി ഇളക്കം തട്ടാതെ കേരളം മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, അങ്ങനെ ഏത് രംഗമെടുത്ത് പരിശോധിച്ചാലും കേരളം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. മാറ്റം എല്ലായിടത്തും ഒരുപോലെ ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് കേരളം പോലെ തമിഴ്നാട് അതിൽ അപ്പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളാകുന്നില്ല നമ്മൾ പരിശോധിക്കണ്ടേ? കേരളം പോലെ എല്ലാം ആകണ്ടേ? കേരളത്തിലെ കൃഷിക്കാർക്ക് ഇവിടെ 28-20 പൈസ നെല്ലിൻ്റെ വില കിട്ടുമ്പോൾ 18 രൂപയാണ് പല സംസ്ഥാനങ്ങളിലും നെല്ല് ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ 1600 രൂപ പെൻഷൻ വാങ്ങുന്നുണ്ട്, അതുപോലെ മറ്റാനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ കേരളം പോലെ മറ്റൊരിടത്തും ആകുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന് സുശക്തമായൊരു അടിത്തറ 1957 ഇടാൻ കഴിഞ്ഞു. അത് ഇട്ടത് കൊണ്ടാണ് ആ ഗവൺമെൻറ് അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങളും നടന്നതെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം പലർക്കും സഹിച്ചില്ല. ഇന്നും കേരളത്തിലെ ഗവൺമെൻറ്റിനെ സഹിക്കുന്നില്ല, പലർക്കും ചിലർക്ക് അലർജിയായിട്ട് കാണുകയാണ്. അപ്പോൾ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാറ്റങ്ങളുണ്ടായി. ആ വിദ്യാഭ്യാസ രംഗത്ത് നടന്ന വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. EMS മന്ത്രിസഭയിലെ നമ്മുടെ നാട്ടുകാരനാണ്, കണ്ടശാങ്കടകാരനാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ആ മാറ്റം വന്നത്. ആ മാറ്റം കേരളത്തിൽ വലിയ, അതുവരെ അടിമസമാന ജീവിതം നയിച്ചിരുന്ന അധ്യാപക സമൂഹത്തിന് ഒരു ശ്രേഷ്ഠ പദവി നൽകിക്കൊണ്ട് അവരുടെ സേവന വേതന വ്യവസ്ഥകൾക്ക് കൃത്യമായ അവസ്ഥാവിശേഷം ഉണ്ടാക്കി കൊടുത്ത് അവരെ നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്ന ഏറ്റവും മഹത്തരമായ ശ്രേഷ്ഠമായ ഒരു സമൂഹമാണെന്ന് കണ്ടുകൊണ്ട് അവരെ അതുപോലെ അംഗീകരിക്കാനുള്ളൊരു കരുത്ത് കാട്ടിയത് 57 ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് തുടർച്ചാ നിലയത്തിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റും അതിനാവശ്യമായ നിലപാടുകളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സാംസ്കാരിക രംഗത്തും അതെ, ലൈബ്രറിയുടെ ഇതിൽ മേഖലയിലാണ് നമ്മൾ ഇത് ഇവിടെ ചർച്ച നടക്കുന്നത്. ഗ്രാമീണ പൊതു വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലൈബ്രറി കേരള രൂപീകരണത്തിന് മുമ്പ് കേരളത്തിൽ ലൈബ്രറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് തിരുവിതാംകൂറിലുണ്ട്, കൊച്ചിയിലുണ്ട്, മലബാറിലുണ്ട്. ഇന്ന് 10,000-ഓളം വരുന്ന ലൈബ്രറികൾ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ തന്നെ 500-ലേറെ ലൈബ്രറികൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അത്രമാത്രം ലൈബ്രറികളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലും ലൈബ്രറി പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് മനുഷ്യനെ ജാതിയുടെ, മതത്തിൻ്റെ, പ്രദേശത്തിൻ്റെ, ഭാഷയുടെ ഒക്കെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു വൈജാത്യങ്ങളുടെ നാടാണ് ഇന്ത്യ രാജ്യം. ആ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഇന്ത്യയായിട്ട് നിലനിൽക്കുന്നത്. ഇന്ത്യ പിറന്നു വീഴുമ്പോൾ 2 രാജ്യം പിറന്നു വീണിരുന്നു. അതിലൊന്ന് പാകിസ്ഥാനാണ്, മറ്റൊന്ന് ഇന്ത്യയാണ്. പാകിസ്ഥാൻ മതരാഷ്ട്രമായി തന്നെ പിറന്നു വീണു. അപ്പോൾ മതമായി രാഷ്ട്രമായ ഇന്ത്യയും മതരാഷ്ട്രമാണെന്ന് വാദിച്ച ആൾക്കാരുണ്ട്. നമുക്ക് ഇതിൻ്റെ കാണുന്ന അത് അവരാണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. മതരാഷ്ട്രമായി പിറന്നു വീണ പാകിസ്ഥാന് ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. 1970 വന്നതോടുകൂടി നിന്നുണ്ടായി ബംഗ്ലാദേശ് യുദ്ധം. ബംഗ്ലാദേശും വിഭജിക്കപ്പെട്ടു. 2 മുസ്ലിം രാഷ്ട്രങ്ങൾ. പക്ഷേ ആ മതരാഷ്ട്രങ്ങളായ 2 പ്രദേശങ്ങൾക്കും ഇന്നും അവിടെ ശാന്തിയില്ല, സമാധാനമില്ല എന്നൊരവസ്ഥയില്ല. അതുപോലൊരു മതരാഷ്ട്രമായി ഇന്ത്യ മാറിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാകുമായിരുന്നത്. അതാകണമെന്ന് ചില ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ രംഗത്ത് നമുക്ക് വിവേകാനന്ദൻ്റെ ആശയങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ കേരളം ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് മാതൃകയായി പല കാര്യങ്ങളും ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. പല സംഭവങ്ങളും ഓരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. കേരളത്തിന് പുറത്തുള്ള ഒരവസ്ഥ പരിശോധിച്ചാൽ സിനിമ കലയാണ്, സാഹിത്യമാണ്. ആ കലയ്ക്ക് മേലും വാള് വയ്ക്കുന്ന നിലപാടുകൾ നമ്മൾ എമ്പുരാൻ ആ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടും സിനിമയുടെ മറ്റ് കാര്യങ്ങളൊക്കെ പോട്ടെ, ഒരു തവണ സെൻസർ ചെയ്യപ്പെട്ട ഒരു സിനിമ പിന്നീട് വീണ്ടും റീസെൻസർ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കാണുകയാണ്. അതിന് അതുപോലെ നിരവധി അടിയന്തരാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയിലേക്കാൾ മോശപ്പെട്ടൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പാക്
തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ച ഞാൻ നിയമസഭ എത്തിക്സ് ആൻഡ് ഇതിൻ്റെ കമ്മിറ്റിയുടെ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റി ചെയർമാനാണ്. ഞങ്ങൾ ഇതിൻ്റെ സമിതിയുടെ ഭാഗമായി പാകിസ്ഥാനിൽ പോയിരുന്നു. ഞങ്ങളൊക്കെ ഇരുന്നിരുന്ന ആ പ്രദേശമാണ് ആ പുൽത്തകടിയിൽ ഈ അപകടം നടക്കുന്നത്. അന്നും സെക്യൂരിറ്റി ഉണ്ട്. അന്ന് ഞങ്ങൾ MLA ഇപ്പം ഈ സംഭവം നടക്കുമ്പോൾ മറ്റൊരു സമിതി എവിടെയുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് പിരിച്ചുവിട്ട് അവിടെ നിയമസഭ ഇല്ലാതാക്കിയ ശേഷം ആദ്യമായി അവിടെ സന്ദർശിക്കുന്ന ആദ്യത്തെ നിയമസഭാ കമ്മിറ്റി ഈ കേരളത്തിൻ്റെ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിയാണെന്നുള്ള കാര്യം അവിടെ നിയമസഭയുടെ സെക്രട്ടറി ഞങ്ങളോട് ജമ്മു കാശ്മീരിൻ്റെ ഞങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ആദ്യമായിട്ട് ഞങ്ങൾ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ മറ്റ് സന്ദർശനങ്ങളൊന്നുമില്ല. അദ്ദേഹം ഏകദേശം ഒരു വീട്ട് തടങ്ങളിലൊക്കെ കിടക്കണ പോലെയാണ് ഞങ്ങളവിടെ സന്ദർശിക്കാൻ പോയി. എൻ്റെ കമ്മിറ്റിയിൽ പ്രഗത്ഭരായ പലരുമാണ്. ഈ നിയമസഭാ കമ്മിറ്റിയിൽ 9 അംഗങ്ങളാണ്. അതിൽ ഇപ്പോൾ അടുത്ത് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഗോവിന്ദ മാഷുണ്ട്. അതിനു മുമ്പ് മാത്യു ടി തോമസ് ഉണ്ട്, അതിലുണ്ട് ശൈലജ ടീച്ചറുണ്ട്, TP രാമകൃഷ്ണനുണ്ട്. കേരളത്തിൻ്റെ ക്രീമാണ് ഈ കമ്മിറ്റിയിൽ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. ഗോവിന്ദ മാഷൊന്നുമില്ല, മറ്റുള്ള ആൾക്കാരൊക്കെ അവിടെ ഒരു കൂട്ടിനായിരുന്നു. ഗോവിന്ദ മാഷ് പിന്നീട് ഈ കമ്മിറ്റിയിൽ വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ ജമ്മു കാശ്മീരിനെ പറ്റി പറഞ്ഞ വിഷയങ്ങളുണ്ട്. അപ്പോൾ ആ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് നിലനിന്നത് അവിടെ സ്വാതന്ത്ര്യത്തിൽ അവിടുത്തെ മുസ്ലിങ്ങൾ വഹിച്ച ദേശീയ മുസ്ലിങ്ങൾ വഹിച്ച വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ ഭീകരവാദം ഇല്ലാതാക്കാൻ കാശ്മീരിൻ്റെ നിയമസഭ ഇത് പിരിച്ചുവിടുന്നു, 2-3 തിരിക്കുന്നു. ഒരു ഭീകരവാദം ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസവും നമ്മൾ വാർത്ത വായിക്കുമ്പോൾ കേട്ടതല്ല ശരി, അതിനൊക്കെ അപ്പുറത്താണ് ശരി എന്നുള്ള രൂപത്തിലേക്കാണ് ഓരോ ദിവസം കഴിയുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് തന്നെ അവിടെ സെക്യൂരിറ്റി വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ സ്വാമി വിവേകാനന്ദൻ്റെ, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെ, അതുപോലെ ചട്ടമ്പി സ്വാമികളെ നിരവധി അതുപോലെ പ്രഗത്ഭരായ വ്യക്തികളുടെ ഒക്കെ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേരളത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ ഇന്നിവിടെ വിവേകാനന്ദൻ സർഗാത്മക സന്യാസത്തിൻ്റെ ശില്പി എന്ന ഒരു പുസ്തകം രചിച്ച് അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ള കരുത്ത് കാണിച്ച മണലൂരിലെ യുവജന സമിതി പൊതു വായനശാലയുടെ പ്രവർത്തകർക്ക് ഗ്രന്ഥശാലയുടെ ഒരു പ്രവർത്തക നിലയിൽ തന്നെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള മറ്റെല്ലാ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ധർമ്മരാജയ്ക്ക് വളരെ കാലം തൊട്ടിന് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിനെ ഇവിടെ സംസാരിക്കും. മറ്റ് പലരുമുണ്ട്. അപ്പോൾ അവർ ആ കാര്യം സംസാരിക്കും. ആ സംസാരം കേൾക്കും കൂടിയാണ് ഞാൻ ഇവിടെ ഈ സമയം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ ധർമ്മരാജനെ ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തുന്നതുകൊണ്ട് പരിപാടിയുടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തണം. നന്ദി, നമസ്കാരം.